ഹലോ ഫ്രണ്ട്സ്, നമുക്കിനി സൂര്യകാന്തി തോട്ടം കാണാൻ അങ്ങ് തമിഴ്നാട് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിനകത്ത് ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരവൻ 2025 എന്ന പേരിൽ ഒരു ഷോ നടത്തുന്നുണ്ട്. സൺഫ്ലവറിൻ്റെയും മാരിഗോൾഡിൻ്റെയും വാടാമുല്ലയുടെയും പച്ചക്കറികളുടെയും ഒക്കെ ഷോയാണ്. വിത്തുകളും പൂക്കളും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ടിക്കറ്റിൻ്റെ വില മുതിർന്നവർക്ക് 40 രൂപയും കൊച്ചുകുട്ടികൾക്ക് 20 രൂപയാണ്. സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. സെപ്റ്റംബർ 15 വരെയാണ് ഈ ഷോ ഉള്ളത്. സൺഫ്ലവർ കൃഷിയും മാരിഗോൾഡ് കൃഷിയും അതായത് പൂക്കൾ കൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് പച്ചക്കറിയും പൂക്കളും എല്ലാം വാങ്ങാനും പറ്റും, വിത്തുകളും വാങ്ങാൻ പറ്റും. എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണണേ. ഓണത്തിന് വേണ്ട പൂക്കളെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അവിടെ നിന്ന് എടുക്കുന്ന പൂക്കൾ തന്നെ അവർ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ പൂഴി മണലാണ് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ടാസ്ക് തന്നെയാണ്, ഒരു വെല്ലുവിളിയാണ്. എന്നാലും അവർ വിജയകരമായി അത് ചെയ്തിരിക്കുന്നു. അവരുടെ എഫേർട്ടിന് നല്ല ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 30,000 സൺഫ്ലവറും 25,000 മാരിഗോൾഡും ആണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. 30,000 സൺഫ്ലവർ മിക്കതും നല്ലതുപോലെ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. വലിയ പൂക്കളാണ്. മാരിഗോൾഡ് 2 കളറുണ്ട്, ഓറഞ്ചും മഞ്ഞയുമാണ്. രണ്ടും നല്ല അടുക്കുകളോട് കൂടിയ പൂക്കളാണ്. നമുക്കിനി ഓണത്തിന് പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ തമിഴ്നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഈ തുമ്പയിലെ കോളേജിൽ വന്നാൽ മതി. പിന്നെ ഒരു പ്രത്യേക കാര്യം, കോളേജിലെ ബാക്ക് ഗേറ്റ് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കുന്നത് വളരെ കുറച്ചായിരിക്കും. പക്ഷേ ഫ്രണ്ട് ഗേറ്റിലൂടെ പോയാൽ ഒരുപാട് നടക്കേണ്ടി വരും. പൂക്കൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറികളും നെല്ലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ്. കാണാൻ പറ്റുന്നവരെല്ലാം ഒന്ന് പോയി കാണണേ. നമുക്ക് ഈ ചെടികളുടെ വിത്തും പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളുടെ വിത്തും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. നമുക്ക് ഓണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പൂക്കൾ വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കഴക്കൂട്ടത്തും മറ്റു അടുത്ത ലൊക്കാലിറ്റിയിലുമുള്ള ചെറു കടക്കാർക്കെല്ലാം ഇവർ പൂവ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി പൂവ് വാങ്ങാൻ വേണ്ടി തമിഴ്നാട് വരെ പോകേണ്ട ആവശ്യമില്ല. പൂവ് വാങ്ങാനും സൺഫ്ലവറിൻ്റെ ഗാർഡൻ കാണാനും നമുക്ക് തമിഴ്നാട് വരെ പോകേണ്ട. നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെ ഒരു ഗാർഡൻ ഉള്ളപ്പോൾ നമ്മൾ ഇനി എന്തിനാണ് തമിഴ്നാട് വരെ പോകുന്നത്? എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതിമനോഹരമായ ഈ കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത്ര മനോഹരമാണ്. നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റൂ. ഞാൻ വീഡിയോയിലൂടെ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് നേരിട്ട് പോയി കാണാൻ പറ്റുന്നവർ നേരിട്ട് പോയി തന്നെ കാണുക. പൂഴിമണ്ണിൽ കൃഷി ചെയ്യാൻ എടുത്ത എഫേർട്ടിന് നല്ല ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത്ര നല്ല മനോഹരമാണ്. പുതുതലമുറയിലുള്ളവരെ കൃഷിയിലോട്ട് ആകർഷിക്കുക എന്ന ഒരു മെസ്സേജ് കൂടി ഇതിൽ നൽകുന്നുണ്ട്, ഈ വീഡിയോയിലൂടെ നൽകുന്നുണ്ട്. അതായത് ഞാനല്ല ഈ വീഡിയോയിലൂടെ നൽകുന്നത്, ആ കൃഷി ചെയ്തവർ എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ടാണ് കൃഷി ചെയ്തവർ. അവർ പുതുതലമുറയിലുള്ളവരെ കൃഷിയിലോട്ട് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ടാസ്ക് തന്നെയാണ് വിജയകരമായി ചെയ്തിട്ടുള്ളത്. പൂഴിമണ്ണിൽ ഇത്ര മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ അവർ എത്രത്തോളം എഫേർട്ട് എടുത്തു കാണും. പൂക്കൾ മാത്രമല്ല അവിടെ ഉള്ളത്, പച്ചക്കറി കൃഷിയുണ്ട്, പാവയ്ക്ക, പടവലം, പിന്നെ ചോളത്തിൻ്റെ കൃഷിയുണ്ട്, ചോളമുണ്ട്, പംകിനുണ്ട്, അങ്ങനെ കൃഷിയുണ്ട്. അതുമാത്രമല്ല നെൽകൃഷി കൂടിയുണ്ട് കേട്ടോ. നെല്ലും അവർ നട്ടിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്, അങ്ങനെ ഒരുവിധ എല്ലാ സാധനങ്ങളും പൂഴിമണലിൽ അവർ കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് ശുദ്ധമായ പച്ചക്കറികളും വാങ്ങാൻ പറ്റുന്നതാണ്. പോയി കാണാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് പോയി കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.